ഒരു സാധനം ഒരാൾ ഉണങ്ങാനിട്ടു, പക്ഷേ അബദ്ധം പറ്റി. എന്താണെന്ന് പറഞ്ഞുതരാം. കഞ്ചാവ് ഉണങ്ങാനിട്ട് യുവാവ് അരികിൽ കിടന്നുറങ്ങിപ്പോയി. കോഴിക്കോട് ബീച്ചിലാണ് സംഭവം. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് പോലീസിന്റെ പിടിയിലായതോടെ. രാഹുൽ KV ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രേക്ഷകരോട് പറയായിരുന്നു, നമ്മൾ പലതും ഉണങ്ങാനിടും, പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു ഉണങ്ങാനിടലും പിടിപെടലും ആയിപ്പോയി എന്ന്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ കൂടുതലായി? മൂർത്തി അങ്ങനെ തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഗോതമ്പോ മറ്റു ധാന്യങ്ങളൊക്കെ ഉണങ്ങാനിടുന്ന രീതിയിൽ തന്നെ ഒരു പേപ്പർ വിരിച്ച് അതിലാണ് കഞ്ചാവ് ഉണങ്ങാൻ ഈ യുവാവ് ഇട്ടത്. തുടർന്ന് പുല്ലുപായ ഉണ്ടായിരുന്നു, പുല്ലുപായയിൽ കിടന്നുറങ്ങുകയായിരുന്നു. കോഴിക്കോട് ബീച്ചിൽ രാവിലെ എത്തിയ നടക്കാനും വ്യായാമത്തിനൊക്കെയായി എത്തിയ ആളുകളാണ് വീട്ടിൽ യുവാവ് വീട്ടിൽ കിടന്നുറങ്ങുന്നത് കാണുന്നത്. തൊട്ടരികിൽ പോയ സമയത്ത് കഞ്ചാവ് പോലെയുള്ള വസ്തു കാണുകയും തുടർന്ന് പരിശോധിച്ച സമയത്ത് ഇത് കഞ്ചാവ് തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് രാഹുൽ, ഈ സ്വാഭാവികമായ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഇത് ഉണങ്ങാനിട്ട് ഉറങ്ങിപ്പോയതാണോ, അതോ ഈ ഉണങ്ങാനിട്ട വസ്തുവിന്റെ ഗുണനിലവാരം പരിശോധിച്ചപ്പോൾ പറ്റിപ്പോയതാണോ? അല്ലെ, കഞ്ചാവ് അടിച്ച് ഓഫായി പോയതാണോ ബോധം പോയതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വലിയ പരിശോധന ആവശ്യമുണ്ട്. അതടക്കം നടത്തേണ്ടതായിട്ടുണ്ട്. ഇയാൾ ഏതായാലും ഇപ്പോൾ വെള്ളയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, സ്റ്റേഷനിലാണുള്ളത്. 370 ഗ്രാം കഞ്ചാവാണ് യുദ്ധത്തിൽ ആ പേപ്പറിൽ വിരിച്ച് ബീച്ചിൽ ഉണങ്ങാനിട്ടത്. അത് പോലീസ് കസ്റ്റഡിയിലിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നോക്കി 370 ഗ്രാം കഞ്ചാവുണ്ട്. ഇയാൾ നേരത്തെയും നിരവധി തവണ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശരി രാഹുൽ, ഏതായാലും വൈദ്യപരിശോധനയുടെ അതൊക്കെ കണ്ടെത്തട്ടെ.